മനുഷ്യൻ എങ്ങനെയാണ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇത്രമേൽ വലിയ രീതിയിൽ പുറകോട്ട് പോകാൻ സാധിക്കുക? വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് എന്താണ്? ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഒരു ഒരു തരത്തിലുള്ള കാറ്റഗറൈസേഷനും ഇല്ലാതെ മുഴുവനും ആളുകൾക്ക്, സ്ത്രീകൾക്ക് അത് സൗജന്യ യാത്ര തന്നെ ആയിരിക്കുമെന്ന്. രണ്ടാമത് പറഞ്ഞു മോഡിഫിക്കേഷൻ വലിയ രീതിയിൽ ചെയ്യാമെന്ന പൂക്കിച്ചിരി. പിന്നീട് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികളാണ് ഇപ്പോൾ ഓടുന്നത് എന്നുള്ള രീതിയിലായി മോഡിഫിക്കേഷന്റെ ലിസ്റ്റ് വന്നപ്പോൾ. അവസാനം നോക്കൂ, മാധ്യമങ്ങളെ മുഴുവനും സെക്രട്ടേറിയറ്റിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റും അക്രഡിറ്റേഷൻ ഉള്ള മാധ്യമങ്ങളെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തടയില്ല, അവർക്ക് ആക്സസ് കൊടുക്കുമെന്ന് പറഞ്ഞെടുത്തു നിന്ന് പിണറായിയുടെ അതേ പാത പിന്തുടരുകയല്ലാതെ നിവൃത്തിയില്ല. ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ കഴിയുക? ഉദ്യോഗസ്ഥർക്ക് ആക്സസ് കൊടുക്കാൻ എങ്ങനെയാണ് കഴിയുക? അവിടെ പലതരത്തിലുള്ള ഡോക്യുമെന്റേഷൻ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള കോൺഫിഡൻഷ്യാലിറ്റി ക്ലോസുകളുണ്ട് സെക്രട്ടേറിയറ്റിൽ. ഭരണകാര്യ നിർവഹണം നടക്കുന്ന വലിയ ഇടമല്ലേ, എങ്ങനെ അവിടെ കൊടുക്കാൻ സാധിക്കുമെന്ന് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അങ്ങനെ മാധ്യമങ്ങൾ പിണറായി കാലത്തേതുപോലെ തന്നെ പടിക്ക് പുറത്ത് കന്റോൺമെന്റ് ഗേറ്റിന് മുമ്പിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. പറഞ്ഞിടത്തു നിന്ന് വീണ്ടും പുറത്തു പോകുന്നു. അപ്പോ അത് വലിയ രീതിയിൽ പിണറായി ഇങ്ങനെ വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കാണുകയല്ലേ, നിങ്ങളോട് പറയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? ഇങ്ങനെ എല്ലാം പറഞ്ഞ് അവസാനം പിണറായി ചെയ്തത് ശരിയെന്ന് പറയുന്നു. പിണറായിയുടെ ധാർഷ്ട്യമോ പിണറായിയുടെ അഹങ്കാരമോ പിണറായിക്ക് അവിടെ മാധ്യമങ്ങളെ കയറി കാണുമ്പോൾ ഉണ്ടാകുന്ന വലിയ അസ്വസ്ഥതയും ഒന്നുമല്ല പിണറായി സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങളെ കയറ്റാതിരുന്നത്. ഒരു കാര്യഗൗരവമായ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്ത് മീഡിയാസിനെ ക്യാമറയുമായി വളരെ ആക്സസ് ചെയ്യാൻ കൊടുത്താൽ വലിയ വിഷയമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിണറായി വിജയനും അതിനെ മാറ്റി എന്നുള്ളത്. 3 മുതൽ 5 മണി വരെയാണ് വൈകുന്നേരം പൊതുജനങ്ങൾക്ക് അവിടെ ആക്സസ് ഉള്ളത്. ആ ആക്സസ് പോലെ തന്നെ മീഡിയാസിനും നിഷ്കർഷ കൊടുത്ത് മീഡിയാസിനെയും ലിമിറ്റഡ് സമയത്ത് അക്രഡിറ്റേഷൻ ഉള്ളവരെ കയറ്റുന്നു എന്നുള്ള രീതിയിലേക്ക് തീരുമാനം വരുന്നു എന്നുള്ളതാണ്. മോഡിഫിക്കേഷനിൽ, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ വെറുതെ മാധ്യമങ്ങളെ സെക്രട്ടേറിയറ്റിൽ യഥേഷ്ടം ആക്സസ് കൊടുക്കുമെന്ന് പറഞ്ഞിടത്തു നിന്ന് എണ്ണിക്കോ നിങ്ങൾ പൂക്കി സതീശന്റെ മനം മാറ്റവും ഈ തിരിഞ്ഞ് കളിക്കലുമൊക്കെ എത്രമേൽ വലുതായി മുമ്പോട്ട് പോകുന്നു എന്നുള്ളത്.